അച്ഛൻ പ്ലാസ്റ്റിക് കൊടോടി തിന്നണത് ദഹിക്കണത് ഇതൊക്കെ നിങ്ങൾ തിന്നുകളയൂന്ന്. ഇത് കുറെ ദിവസമായല്ലേ ഈ പണി തുടങ്ങിയിട്ട്. ഈ ഓസ് നേരെ പോകുന്നത് ശാന്തത്തി ചേച്ചിയുടെ മറ്റേ റബ്ബർ വിളയിലാണ്. അവിടെ നടക്കുന്ന ചീരയും സാധനങ്ങളെല്ലാം നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇട്ടേക്കുന്നത്. ഇന്ന് നടക്കൂല. ഇന്നത്തോടുകൂടി ഒരു തീരുമാനം ഉണ്ടാക്കും. നാട്ടുകാർക്ക് ഇവിടെ കുടിക്കാൻ വെള്ളമില്ല. പിന്നെയാണ് അവിടെ വലിച്ചിട്ട് വീര്യം പകരാം എന്തോന്ന് മാമ ഇങ്ങനെ? അല്ല, സാധാരണ എന്റെ എൻട്രി എന്ന് പറയുന്ന അലപ്പും ബഹളവും കുന്തളിപ്പാണല്ലോ. ഇന്നൊരു വെറൈറ്റിക്ക് എഴഞ്ഞു വന്ന് എങ്ങനെയുണ്ട്? കൊള്ളാമോ? നന്നായിരിക്കുന്നേ. ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ഏത് ഞാൻ എഴഞ്ഞു വന്നാൽ നീ കംപ്ലൈന്റ് ചെയ്യോ? എഴഞ്ഞു വന്നതല്ല, ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും. അത് ഓൾറെഡി കംപ്ലൈന്റ് ആണല്ലോ. അല്ല, ടാപ്പ് കംപ്ലൈന്റ് അതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞു കൊടുക്കും. നീ ഇത് പറിച്ചു കൊടുത്താൽ ശാന്തടയെന്ന് വഴക്ക് കേൾക്കും, അല്ല ഒന്നും കിട്ടത്തില്ല. അത് പറിച്ചു കൊടുക്കണമെന്നല്ല, ഞാൻ പഞ്ചായത്തിൽ ചെന്ന് പറയും. നോക്കിക്കോ. നീ പഞ്ചായത്തിൽ പോയി എന്തോ പറയും? ഈ ഇവിടുന്ന് മനുഷ്യർ കുടിക്കാൻ വെള്ളമില്ല. ഇവിടുന്ന് നേരെ ശാന്തയുടെ പറമ്പിലോട്ടാണല്ലോ ഇത് എടുത്തേക്കുന്നത്. മാമന്റെ കൈയാണ് എനിക്കറിയാം. ദൈവമേ, വല്ലപ്പോഴും കട്ടൻ ചായ കുടിക്കാൻ പോകുന്നേ ഉള്ളു. ഇല്ലാ വചനൊന്നും പറഞ്ഞുണ്ടാക്കി ഞാൻ പറഞ്ഞേക്കാം. അല്ല, മാമന്റെ കൈ കൊണ്ടല്ലേ ഈ ഓസ പറമ്പിലോട്ട് ഇട്ടത്. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. പഞ്ചായത്ത് എന്റെ പേര് വലിയ വിഷയമൊന്നും ഉണ്ടാക്കില്ല. ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിലാണല്ലോ പോയത്. നാട്ടുകാർക്ക് ഇവിടെ ഒരു ടാങ്ക് വെള്ളം കിട്ടിയിട്ട് തികയില്ല. ഈ മാമ എങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണത്? ഈ ഒരു പെഗ് അടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം തന്നെ ധാരാളം. ചോദിക്കല്ലോ, ഒറ്റ പെഗ്ഗേ ഉള്ളു. കാലത്ത് അതിന് രാത്രി ആര് നിർത്തി? രാത്രി തൊട്ട് കണ്ടിന്യൂ രാവിലെ വരെ അടിയല്ലായിരുന്നോ? മാമ, ആൽക്കഹോൾ ഡ്രിങ്കിങ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഇവരൊക്കെ വീട്ടിൽ പോയി പറയൂടാ. അല്ല, ക്രിസ്മസിന് ന്യൂ ഇയറിനും വിറ്റതേ കേരളത്തിൽ 712 കോടി മദ്യമാണ്. അതുകൊണ്ട് അവരൊക്കെ വീട്ടിൽ നീ പോയി ഇതുപോലെ പറയോ? എന്നെ കൊണ്ട് പറ്റൂല. അവന്റെ വാക്ക് മുട്ടി. മോളെ മോള് പോ, അകത്തോട്ട് പോ. അത്ര യവന്റെ അടുത്ത് 2 വർത്തമാനം എനിക്ക് പറയാനുണ്ട്. മാമ, നീ എന്നെ മാമാന്ന് വിളിച്ചു പോരുത്. എന്താ തളപ്പെടാ നിനക്ക്? എന്താടാ കുഴപ്പം നിനക്ക്? എന്തുവാ? മാമനല്ലേ പറഞ്ഞത് മാമാന്ന് വിളിക്കല്ലെന്ന്. എനിക്ക് എന്തെങ്കിലുമൊക്കെ വിളിക്കണ്ടേ? ഈ ഞാനും അനന്തരവൻ ഒരു ബന്ധവും ഇല്ല. ഞാൻ പറഞ്ഞേക്കാം, എങ്ങനെയാലും എന്റെ മോള് മണിക്കുട്ടിയെ കെട്ടണല്ലേ, അത് നടക്കൂല. മാമ, എനിക്ക് എന്താണ് ഒരു കുറവ്? പറ. നിനക്ക് കുറവേ ഉള്ളതാ. എല്ലാം കുറവാണ് നിനക്കുള്ളത്. എനിക്ക് നല്ല വിദ്യാഭ്യാസം ഇല്ലേ? നിന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യമൊന്നും പറയണ്ട. പഠിച്ചോണ്ടിരുന്നപ്പോ ഇവന്റെ അടുത്ത് മാലിദ്വീപിന്റെ പടം വരയ്ക്കാൻ പറഞ്ഞപ്പോ മാലിനിയുടെ പാവാടയുടെ പടം അത് മാമ, ഞാൻ കേട്ടതിന്റെ കുഴപ്പമാണ്. കൊച്ചിലെ എന്നെ സ്കൂളിൽ വിളിക്കുന്നത് ജൂനിയർ സയന്റിസ്റ്റ് എന്നാണ്. ഞാൻ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. സയന്റിസ്റ്റ് നിന്നെ ആ സുധാരൻ തിരക്കി കിടക്കണ്. എന്തിന്? അവന്റെ മോന് താടിയും മീശയും വളരാൻ കരണ്ടി നെയ്യ് കൊടുക്കാൻ പറഞ്ഞു. ഇവൻ കൊടുത്തത് മയിലെണ്ണ. ആ ചെറുക്കന് ഇപ്പൊ താടിയും മീശയും വരുന്നതിന് പകരം മയിൽപ്പീലി കിളിച്ചു ഇരിക്കുന്നു. ആ രാവിലെ ഒക്കെ ചെന്ന് നോക്കണം, ആ ചെറുക്കൻ മയിൽപ്പീലി പൊക്കിയിട്ടാ പല്ല് തേക്കണം. അത് പറ്റിപ്പോയി മാമ. പിന്നെ അമ്മ എന്റെ അടുത്ത് ഈ അമ്മയുടെ ആരും മിണ്ടി പോരുത്. ആങ്ങളായ എന്റെ വാക്ക് കേൾക്കാതെ ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയവളാ. അതെന്തൊരു വർത്താനം? എന്റെ അച്ഛന്റെ കൂടെയാണ് അമ്മ പോയത്. അത് തന്നെ, അന്ന് ഒളിച്ചോടി പോയതാ. അവള് പറഞ്ഞാണ് എവളെ കെട്ടിട്ട് ഈ സ്വത്തും കൊണ്ടങ്ങ് ചെല്ല. അല്ലടാ, ഇതുപോലെ ആർത്തിയുള്ള ഒരു കൂടപ്പിറപ്പിനെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ അമ്മയാണ്. എന്റെ അമ്മയ്ക്ക് ആർത്തിയില്ല. എന്റെ അമ്മയ്ക്ക് ആർത്തിയില്ല. അമ്മയ്ക്ക് ആർത്തിയില്ല. കുഞ്ഞു ഉറുമ്പ് അരിമണി കൊണ്ടുപോയപ്പോ ആ അരിമണി തട്ടിപ്പറിച്ച് കഞ്ഞി വെച്ച് കുടിച്ചോളാൻ ഇവന്റെ തള്ള. ആർത്തിയില്ല. മാമ, അമ്മ പറഞ്ഞേ മാമന്റെ മനസ്സെന്ന് പറഞ്ഞ് ഭയങ്കര എളിമ വിനയുള്ളതാണ്. പ്ലിക്കോ എന്ന് പറഞ്ഞ് മാമന്റെ ഹൃദയം അലിഞ്ഞു. പിന്നെ മാമൻ കോലേസ് ആണല്ലോ പ്ലിക്കോ എന്ന് പറഞ്ഞാല്. അങ്ങനെയൊന്നും മാമന്റെ മനസ്സലില്ല. എനിക്ക് കുറെ പ്ലാൻ ഉണ്ട്. എവിടെന്നേലും 1-2 ലക്ഷം രൂപ ഉണ്ടാവണം. മോളെ കയറ്റി അങ്ങ് വിടണം. എന്തിനു മുളയിൽ കയറ്റി വിടുന്നത്? താഴെ നിർത്തിക്കൂടെ അവളെ? പിന്നെ എന്റെ മോളെ വിദേശത്ത് എവിടെങ്കിലും കയറ്റി വിടണമെന്ന്. നാട്ടിലെ ആരുമായിട്ട് ഒരു സഹകരണവും ഇല്ല. വിദേശത്ത് ആരുണ്ട് ബന്ധം? ആര് പറഞ്ഞു? പണ്ട് ഞങ്ങള് ചെറുപ്പകാലത്ത് ഞാനും എന്റെ കൂട്ടുകാരും കൂടി കോവളത്ത് പോയി. അവിടെ എനിക്ക് കിട്ടിയല്ലോ ക്ലാർനെറ്റിനെ. എങ്കിൽ വെളുക്ക ഇരുന്ന് കുത്തിയിരുന്ന് ഊതാത്തന്ത്. എടാ അതല്ല, പിന്നെ അവിടുത്തെ മദാമ ഒരു ക്ലാർനെറ്റ് എന്ന് പറഞ്ഞൊരു മദാമയെ കിട്ടി. പിന്നെ അവരുടെ വീട്ടിൽ ഞാൻ കുറെ നാള് ജോലിക്ക് നിന്ന്. അങ്ങനെ ഈ മദാമയ്ക്കൊരു മദാമക്കുരു മാമ പറഞ്ഞു. എടാ അങ്ങനല്ല, മദാമയ്ക്കൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് കണ്ണു വന്നു, കാല് വന്നു, മൂക്ക് വന്നു. അതോടെ എന്റെ ജോലിയും പോയി. അതെന്തിനു മാമ അങ്ങനെ മാമന്റെ ജോലി പോകാൻ കാര്യം? ഇതല്ല എന്നെ പോലെ ഇരുന്ന് അവിടെ ജോലിക്ക് നിർത്തുവോ? കമ്പനി അടിച്ചാണ് ഓടിച്ചത്. ഓടിച്ചല്ലോ. നീ മാറ്. അപ്പുറത്തെ പഞ്ചായത്തിൽ ഉള്ളവനാ. ഇവിടെ എന്റെ മോളെ കാണാൻ വെള്ളം പിടിക്കാൻ വന്നത്. മാറാ അങ്ങോട്ട്. അപ്പുറത്തെ പഞ്ചായത്തിൽ പോയി പൈപ്പിന്റെ വെള്ളം പിടിക്കാം. മണിക്കുട്ടിയുടെ വേദി നമ്പർ 1 മോണോ ആക്ട്, ബിജുവിന്റെ മോണോ ആക്ട്. നീ എത്ര അഭിനയിച്ചെന്ന് പറഞ്ഞാൽ എവളെ ഞാൻ കെട്ടിച്ചില്ല. ഞാൻ ആരാ ചൂണ്ടിക്കാണിക്കുന്ന അവളെ മാത്രമേ മണിക്കുട്ടി കെട്ടു. എനിക്ക് മാമൻ ചൂണ്ട്. അവന്റെ ഫ്രണ്ടി വന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ഫ്രണ്ടി നിക്കണ്ടാ നീ. ഞാൻ അറിയാമോ, ഞാനൊരു വാക്ക് പറഞ്ഞതാ. നിനക്ക് ഈ വെട്ടിക്കോട്ട് രഘുവിനെ അറിഞ്ഞൂടാ. 1000 രൂപ ഒരു ബന്ധവും ഇല്ല. പെറ്റിക്കോട്ടെന്ന് പറഞ്ഞിട്ട് നാണ്ടാ ഷർട്ടും കയ്യിലും കൊണ്ടുപോകുന്നുണ്ട്. അതല്ല, പിന്നെ വെട്ടിക്കോട്ട് രഘുവിന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാന്ന്. മോളെ മണിക്കുട്ടി,
പോണേ. നീ നമ്മുടെ ടീമിൽ നിന്ന് പോണോ? ഞാൻ എവിടെ പോവാൻ? ഇല്ല, എവിടെ പോണെന്ന് പറഞ്ഞു? അതല്ലേ സതീഷ് ചേട്ടന്റെ ഫോൺ വന്ന് അവര് വീട്ടിൽ നിന്ന് കല്യാണം ഉറപ്പിച്ചു. സതീശൻ വരുന്നോ? വിളിക്ക്. സതീശൻ എന്നെ കല്യാണം കഴിക്കാൻ വിളിച്ചൊക്കെ. കല്യാണം കഴിക്കാൻ പോണോ? പെണ്ണ് കാണാനൊക്കെ കഴിഞ്ഞു. അവര് വീട്ടിൽ കുഞ്ഞമ്മയും മാമന്മാരൊക്കെ ബന്ധം ഉറപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അയ്യോ, അപ്പൊ ഏകദേശം ഉറച്ച മട്ടാണല്ലേ? ഉറച്ച മട്ടല്ല, ഇളം മട്ടം വെച്ച് നമ്മൾ കറി വെക്കും കല്യാണം. നീ നിന്റെ അമ്മയും കൂടി വന്ന് തിന്നിട്ട് പൊക്കോണം. മാമ, ഞാൻ വിചാരിച്ചു നിങ്ങൾ തമാശക്കാണ് പറയണേന്ന്. ഇവിടെ തമാശക്കാണ് ഓരോന്നൊക്കെ പറയണത്. ചിലതിന് ചിരി കിട്ടും, ചിലതിന് ചിരി കിട്ടൂല. ബിജു, നീ അടുത്തതിനെ പിടിക്കണം. നീ എന്താണ് ബിജു? ഞാൻ ഒരു കാര്യം പറയാ, നീ ഇവിടെ മനസ്സിൽ അങ്ങ് മറക്കണം. അത് പറ്റൂല. എന്താടാ? അവൾ എന്നെ മനസ്സിൽ മായ ചേച്ചിയാണ്. മായ ചേച്ചി ആരാണ് ബിജുട്ടാ? അപ്പൊ വേറെ മായ എന്ന് പറഞ്ഞൊരു പെണ്ണും അല്ല, മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ പറ്റൂലെന്ന്. ഈ കുടുംബത്തിൽ ഒരു നല്ല കാര്യം നടക്കാൻ പോവാണ്. നോക്കിയും കണ്ടൊക്കെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിക്ക്. നീ ഒരു കാര്യം, ഞാൻ സതീശൻ ആ പെണ്ണും ചെറുക്കന്റെ കൂട്ടരെ കൊണ്ട് വരും. നീ ഒന്ന് പോയി നോക്ക്. ഇവിടെ പോടാ ബിജു, അവിടെ കിടന്ന് താളം തല. പോ ബിജു, പോണേ. നീ ഒരു കാര്യം, സതീശനെ വിളി. എടി, കുളിക്കാൻ വെള്ളമുണ്ടോ? ഒരു കപ്പ് വെള്ളമുണ്ട്. അപ്പൊ ഇന്നും കുളിയില്ല, മോൻ കഴിവില് മാത്രം. സതീഷ് ചേട്ടാ ഇവിടെ എത്തി. അമ്പലത്തിന്റെ ഇവിടെ നിന്ന് 6-7 കിലോമീറ്റർ. ഇവിടെ ജംഗ്ഷനിൽ വന്നിട്ടേ രഘുവിന്റെ വീഡിയോ വെച്ചാൽ കീട രഘുവാ. ആരാ പറഞ്ഞ കീട രഘുന്ന്? വെട്ടിക്കോട്ട് രഘു എന്ന് പറഞ്ഞാൽ മതി. വാ ഇങ്ങോട്ട് ആണം കൊ ആലോചിച്ചതേ ഉള്ളൂ. ഫോൺ നമ്പരും കൊടുത്ത് വിളിയും സൊള്ളക്കവും വീഡിയോ ചാറ്റും. പാവപ്പെട്ട ഒരുതൻ കണക്കിരുന്ന് വിളിച്ചിട്ട് ഒരു കോള് പോലും എടുക്കില്ല. നീ ചിരിച്ചോണ്ട് പോടി. നിന്റെ അവസാനത്തെ ചിരിയാണെന്ന്. ബിജുവിന് കിട്ടാത്തത് ഇവിടെ വേറെ ആർക്കും കിട്ടണ്ട. അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. അവളുടെ ഗ്ലാമർ കണ്ടല്ലേ മറ്റേ വീണത്. ഈ ആസിട്ട് കൊണ്ട് അവളെ ഗ്ലാമർ നിന്നൊരു തീരുമാനം ഉണ്ടാക്കാം. ആസിട്ട് ഞാൻ അകത്ത് കയറുന്നു, അടപ്പ് തുറക്കുന്നു, മുഖത്തൊഴിക്കുന്നു, അടപ്പ് തുറക്കുന്നു, മുഖത്തൊഴിക്കുന്നു, അടപ്പ് തുറക്കുന്നു, മുഖത്തൊഴിക്കുന്നു, അടപ്പ് എന്താടാ ബിജു ഇത്? ഇതെന്തുവാ ബിജു ഇത്? ആസിട്ട് മാമ. എടാ, ഷീറ്റ് അടിക്കാൻ അവിടെ ആസിട്ട് തീർന്നിരിക്കും. ഞാനിപ്പോ അങ്ങോട്ട് ചിന്തിച്ചതേ ഉള്ളൂ. ഇത് ആര് പറഞ്ഞു തന്നു ബിജു നിന്റെ അടുത്ത്? എന്റെ മനസ്സിൽ തോന്നിയത് മാമ. എടാ, നിന്റെ മനസ്സിൽ ഞാനൊന്ന് നോക്കിക്കോണെന്ന് പറഞ്ഞതേ ഉള്ളൂ. നീ കണ്ടറിഞ്ഞ് ചെയ്യുക തന്നെ ബിജു. ചാടിച്ചാടി നില്ല് ബിജു അങ്ങോട്ട്. എടാ പോടാ ബിജു. ആ സതീശനൊക്കെ ആ സുധാറിന്റെ വീട്ടിൽ പോയി കല്യാണം മുടങ്ങുമെന്ന്. തുടങ്ങട്ടെന്നെ പുല്ല്. അല്ല, ഞാൻ അങ്ങോട്ട് പോവാൻ തുടങ്ങട്ടെന്ന്. എടാ പോടാ, ചാടിച്ചാടി നില്ല് ബിജു അങ്ങോട്ട്. പോ ബിജു അങ്ങോട്ട്. മോളെ മണിക്കുട്ടി, പൗഡർ നീ ഇടുന്ന എന്തിനാ? ഞാൻ ഇടാം. ഒന്നാമതേ അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ സതീഷിന്റെ ഒരു കുഞ്ഞമ്മയെ കണ്ടായിരുന്നു. പുള്ളിക്കാരിയൊക്കെ വരുന്നില്ലേ? മതി. നിന്റെ ചാട്ട ഇന്നത്തോടുകൂടി തീരുവടി. അമ്മയാണ് തീരും. ബിജുവിന് കിട്ടാത്തത് ലോകത്തൊരുത്തിനും കിട്ടണ്ട. ഇവളുടെ കുടുംബത്തോടെ എരിച്ചു കളയണം. ആദ്യം ആ കിളവനെ തട്ടണം. പെട്രോൾ വീടിന്റെ ചുറ്റും ഒഴിക്കുന്നു, തീ കത്തുന്നു. തന്റെ മോളും ഫ്ലാഷ്. പെട്രോൾ ഒഴിക്കുന്നു, തീ കത്തിക്കുന്നു, ഫ്ലാഷ്. പെട്രോൾ ഒഴിക്കുന്നു, തീ. എന്താ ബിജു ഇതെന്താ ബിജു ഇത്? ബിജു ഇതെന്തോ ബിജു ഇത്? പെട്രോൾ മാമ. ദൈവമേ, വണ്ടിയിൽ പെട്രോൾ എന്ന് പെട്രോൾ മേടിക്കണമെന്ന് ഞാൻ മനസ്സിൽ ഇപ്പൊ കരുതിയതേ ഉള്ളു. ഇത് ആര് പറഞ്ഞു തന്നു ബിജു നിന്റെ അടുത്ത്? എന്റെ മനസ്സിൽ തോന്നി ചെയ്യണം. എടാ, നീ വീണ്ടും സ്കോർ ചെയ്യാനാ ബിജു. നീ എന്തോ ബിജു ചാടിച്ചാടിയെ നിക്ക ബിജു. നിന്റെ അവിടെ നീ സതീശനെ കണ്ട? ഇവിടെ പോയി നോക്കടാ ബിജു. ചാടിച്ചാടിയെ കൂടെ നിക്ക ബിജു അങ്ങോട്ട്. അവൻ കല്യാണം അങ്ങോട്ട് ഉറപ്പിച്ചോളാം. പെണ്ണിന്റെ കളിയും ചിരിയും നടക്കട്ടെ. തെന്നി തെന്നി വളകൾ കൊഞ്ചി കൊഞ്ചി കഥകൾ നെയ്ത് വന്ന പൂങ്കാറ്റെ കുളിരു കമ്മലിട്ട് കവിളിലൊന്ന് തൊട്ട് പുഴുങ്ങി കൂടി കളിയാടാം. നിന്റെ അവസാനത്തെ ആട്ടം കല്യാണ ഉത്സവം പാട്ടും കൂത്തുമായിട്ട് കൊഴിപ്പിക്കാനാണ് പ്ലാന്. അമ്മയാണ് ഇന്നത്തോടെ തീരും. 2 തീരും. ആസിട്ടും പെട്രോളും കയ്യിൽ നിന്ന് പോയി. അത് വിട്. ഇതിൽ ഞാൻ തോക്കൂല ബിജു. തോക്കരുത്. ഇതിന്റെ ഒരു സൈഡ് ആ കിളവന്റെ കഴുത്തില്, മറ്റേ സൈഡ് അവളെ കഴുത്തിൽ, ഒരു സൈഡ് അയാളെ കഴുത്തില്, ഒരു സൈഡ് എന്താ ബിജു?
എന്തുവാ ബിജു ഇത്? ഇതെന്താ ബിജു ഇത്? മാമ ആ? കൊലക്കയറ് ഒരു കൊല അവിടെ ചാഞ്ഞു നിൽക്കുന്നു, അതിനൊരു കയറ് കെട്ടണോന്ന് ഞാൻ ഇപ്പൊ അങ്ങോട്ട് ചിന്തിച്ചതേ ഉള്ളൂ. ഇത് ആര് പറഞ്ഞു നിനക്ക്? എനിക്ക് മനസ്സിൽ തോന്നി ചെയ്യണേണ്. വീണ്ടും വീണ്ടും നീ പ്രേക്ഷകരുടെ മുന്നിൽ സ്കോർ ചെയ്യാണ് ബിജു. ബിജു നീ അങ്ങ് സ്കോർ, നിന്റെ മനസ്സ് ചാടി 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 നിക്ക് ബിജു അങ്ങോട്ട്. കയറെങ്കി കയറ്, ഇന്ന് ആ കൊലയിൽ കെട്ടണം. ഇല്ല, അങ്ങനെ വിട്ടുകൊടുത്തിട്ട് കാര്യമില്ലല്ലോ. മാമന്റെ അടുത്തൊന്ന് പറഞ്ഞു നോക്കാം, ചിലപ്പോ വീണെങ്കില. മാമ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് നിന്റെ അടുത്ത് അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ബിജു എനിക്ക് മാമ എന്റെ ലൈഫാണ്. നിന്റെ ലൈഫിന്റെ കാര്യം തന്നെ ഞാനും ചിന്തിക്കാൻ തുടങ്ങിയത്. എടാ ഞാന് മനസ്സിൽ കാണുന്നതെല്ലാം നീ മാനത്ത് കാണുക. നമ്മുടെ കുടുംബത്തെ അങ്ങനെ ആരെയും ഞാൻ കണ്ടിട്ടേ ഇല്ല. മാമൻ ചോദിക്കുന്നുണ്ട്, അവിവേകമാണോന്ന് കരുതരുത്. ബിജു പറവാമ, നീ വേണം ഈ നിൽക്കുന്ന എന്റെ മോള് മണിക്കുട്ടിയുടെ കഴുത്തി താലി കെട്ടാൻ. നേരെ താങ്കളെയായിട്ട് അവിടെ നിൽക്കാൻ, ആങ്ങളെയായിട്ട് നിൽക്കാൻ. കാര്യം വലിച്ച മറുപടി ആയി പോയി കേട്ടോ. അതല്ല ബിജു, ഞാൻ മനസ്സിൽ കാണുന്നില്ല, നീ കാണുമല്ലേ? നീ മരുമോനല്ലടാ. നീ എന്റെ മകനാ, പിറക്കാതെ പോയ മകൻ. കാണത്തില്ലടാ എല്ലാത്തിനും കൂടെ. അച്ഛാ പൈപ്പിൽ വെള്ളം വന്ന്. ബിജു അറിയാം മാമ, ഇവിടെ ഇരിക്കണ കംപ്ലീറ്റ് കുടത്തിലും വെള്ളം നിറച്ച് അടുക്കള കൊണ്ട് വെക്കണം. ചെറുക്കം കൂട്ടർ വരുമ്പോ വഴി തെറ്റാതെ കറക്റ്റ് ഇവിടെ കൊണ്ട് എത്തിക്കണം. ബിജു ഇത് എങ്ങനെ മനസ്സിലായി ബിജു നിനക്ക്? മനസ്സിൽ തോന്നിയിട്ട് പറയണയാണ് മാമ ഇതൊക്കെ. ബിജു നീ വീണ്ടും വീണ്ടും നീ സ്കോർ ചെയ്യേ തന്നെ. മാമ